വോട്ട് ചെയ്ത് ആത്മവിശ്വാസം പഴയതിനൊക്കെ കൂടുതലായിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 65 വോട്ട് എനിക്ക് കിട്ടിയിരിക്കും. 1-23 മേളിൽ പോൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു അസസ്മെൻറ്റ്. അതിനകത്തൊരു 3000 വോട്ട് നോട്ടയും മറ്റ് മെയിൻ 3 ആളുകൾ ഒഴിച്ചുള്ള ബാക്കിയിലേക്ക് പോകും. മറ്റ് 1-20 കാണുള്ളൂ. 65 വോട്ട് എനിക്ക് കിട്ടിയിരിക്കും. ഭൂരിപക്ഷം ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമോ? ഉറപ്പായിട്ടും കൂടും. പാലായുടെ റെക്കോർഡ് ഭേദിക്കും എന്നുള്ളത് തന്നെയാണ്. ഭേദിക്കും, സംശയം വേണ്ട. ഒരു ഏറ്റവും ഒടുവിലൊരു ഈ ജോസ് കെ മാണി ഒരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇന്നലെ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ. നേരിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത പല കേസും കൊണ്ടുപോകും. ഇതിനിങ്ങനെ കൊടുത്ത് കേസ് 2 ഇപ്പോൾ കോടതി കിടപ്പുണ്ട്. ഓൾറെഡി കഴിഞ്ഞ കൊല്ലം കൊടുത്തത്, കഴിഞ്ഞ ഇലക്ഷൻ്റെ കേസാണ്. അതിലൊന്ന് തോറ്റു, അത് നേരെ സുപ്രീം കോടതി കൊണ്ടുപോയി. ഈ കേസും കളിച്ചുകൊണ്ട് നടക്കുന്നതല്ല. പുള്ളി ജീവിതത്തിൽ ജയിക്കാൻ പാടാ. അല്ല, ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നവൻ പണി ചെയ്യുന്നവനുണ്ട്. എങ്ങനെയാണ് എനിക്ക് എത്ര കേസ് കൊടുക്കാം? ഒരു 10-500 കേസ് കൊടുക്കാം. അതുപോലെ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിച്ചിട്ടില്ലേ, അവഹേളിച്ചിട്ടില്ലേ? ഈ പാലാ നിയോജകമണ്ഡലം മൊത്തം കൊണ്ടുവന്ന് ഞാൻ കൊള്ളക്കാരാണ്, വെട്ടിപ്പുകാരാണ് എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ദിനേശ് മേനോൻ എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്തത് സ്ഥിരമായി എല്ലാ ഇലക്ഷൻ സമയത്തും മാത്രം പുള്ളി വരും. ഈ തെരഞ്ഞെടുപ്പിന് കണ്ടില്ലല്ലോ. അത് കഴിഞ്ഞ് അവർ തന്നെ ആ ഫ്ലെക്സ് എടുത്ത് നീക്കി. 3 മാസക്കാലത്തോടെ അതോടെ ഇരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും കേസാക്കാൻ പറ്റില്ലേ? അതുപോലെ അപമാനിച്ച് മനുഷ്യനെ വ്യക്തിഗത ചെയ്ത് നോക്കിയിട്ടൊന്നും പാലായിലെ ജനത്തിൻ്റെ അടുത്ത് ഇത് വിലപ്പോകില്ല. അത് അദ്ദേഹം ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും സംഭവിക്കില്ല. കഴിഞ്ഞ തവണയും BJP ഉണ്ടായിരുന്നു, അതുപോലെയൊക്കെ തന്നെ അങ്ങ് പോകും. കുറച്ച് വോട്ട് വ്യത്യാസം വരും. കുറച്ച് വോട്ട് വ്യത്യാസം വരും. കുറച്ച് വോട്ട് ഷോൺ കൂടുതൽ പിടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ ഭൂരിപക്ഷം കൂടും. ഒരു കാരണവശാലും അതില്ല. വലിയൊരു പ്രചരണം നടത്തിയ ഇത്തവണ കുറെ ഫ്ലെക്സുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, അതന്നെയല്ലേ അദ്ദേഹം പറഞ്ഞ, ജോസ് കെ മാണി പറഞ്ഞ ഏഷ്യാനെറ്റിനോട്. മാണി സി കാപ്പൻ്റെ കാശില്ല, കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കാൻ കൂടെയില്ല. വളരെ ദയനീയമായതുകൊണ്ടാണ് സമാപന സമ്മേളനം നടത്താഞ്ഞത്. കലാശക്കൊട്ട് ഞാൻ കഴിഞ്ഞ കലാശക്കൊട്ട് നടത്തിയില്ല. 15,370 ജയിച്ചില്ലേ? ജയിക്കുക എന്ന് പറയുന്നത് ജനങ്ങളിലോടുള്ളൊരു കോൺഫിഡൻസാണ്, ജനങ്ങളിലുള്ളൊരു കോൺഫിഡൻസാണ്. ഒക്കെ തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തിൻ്റെ. എല്ലാ UDFകാരും ബൂത്തിൽ ശക്തമായിട്ടുണ്ട്. ശക്തമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. ഇനിഷ്യലി കറക്റ്റാണ്. ഇവർ 10 ഫ്ലക്സ് ഒരെണ്ണം വെക്കാൻ നമ്മുടെ വകുപ്പുണ്ടായിരുന്നു. ഭൂരിപക്ഷം നിർണ്ണയിക്കുന്നത് നിർണായകമായിരിക്കാം. അല്ലാതെ രീതിയിലുള്ള ഒരു വിജയത്വം ഞാനൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ വർഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടും. പക്ഷേ അത് വരുമ്പം ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കൂടും.